സ്റ്റുഡൻസ്, എൻ്റെ പേര് സവിത. ഞാനായിരിക്കും നിങ്ങൾക്ക് ബിസിനസ് ലോ എന്ന് പറയുന്ന സബ്ജക്റ്റ് എടുക്കുന്നത്. സോ CA ഫൗണ്ടേഷനിൽ മെയിനായിട്ട് 2 ഡിസ്ക്രിപ്റ്റീവ് പേപ്പേഴ്സാണുള്ളത്. ഒന്ന് അക്കൗണ്ട്സും 2 ബിസിനസ് ലോയും. സോ ബിസിനസ് ലോ എന്ന് പറയുന്നത് എന്താണ്, നിയമങ്ങളെ പറ്റി പറയുന്നൊരു സബ്ജക്റ്റാണ്. അതായത് ഒരു CA സ്റ്റുഡൻറ്റ് അറിഞ്ഞിരിക്കേണ്ട ബേസിക് ലോസ് ഏതൊക്കെയാണോ, ഇത് മാത്രമല്ല, നിങ്ങൾ പഠിക്കുന്ന മാത്രമല്ല, നിങ്ങളുടെ പല ലെവലിലായിട്ട് നിങ്ങൾ ധാരാളം ലോസും കാര്യങ്ങളും ഒക്കെ പഠിക്കുന്നതാണ്. എന്നാലും എന്താ പറയുക, ഒരു ബേസിക് ഐഡിയ തരാനായിട്ടാണ് നിങ്ങൾ ഈ സബ്ജക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സോ എനിക്കറിയാം നിങ്ങൾ പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള കുട്ടികളുണ്ടാവും, കൊമേഴ്സ്, സയൻസ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ്, ഏത് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും എല്ലാവർക്കും ഈ പറയുന്ന മറ്റ് സബ്ജക്റ്റുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ, അതായത് അക്കൗണ്ട്സും എക്കണോമിക്സും പോലെയൊക്കെ ഉള്ള സബ്ജക്റ്റ് അല്ല. കാരണം ഈ 3 ഗ്രൂപ്പ് ഓഫ് കിഡ്സിനും എന്താണ്, ഇത് ഒരു ന്യൂ സബ്ജക്റ്റാണ്. ആരും ഇതുവരെ പഠിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ +2-ന് ലീഗൽ സ്റ്റഡീസൊക്കെ പഠിച്ചിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ മേ ബി അറിയാൻ സാധിക്കും. സോ അതുകൊണ്ട് നിങ്ങൾ ആരും പേടിക്കേണ്ട. നമ്മൾ ബേസിക്സ് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് എന്താണ് ലോ, എന്താണ് ബിസിനസ് ലോ, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴാണ് ലോസൊക്കെ യൂസ് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ലോസ് യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അതുകൂടാതെ ഈ പറയുന്ന CA ഫൗണ്ടേഷൻ്റെ കരിക്കുലത്തിൽ തന്നെ നിങ്ങളുടെ ഈ ബിസിനസ് ലോയുടെ ഫസ്റ്റ് ചാപ്റ്റർ തന്നെ ഇന്ത്യൻ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞൊരു ചാപ്റ്ററാണ്. അതിൻ്റെ അകത്ത് എന്താണ്, വാട്ട് ഈസ് ലോ, വൈ ലോ ഈസ് നീഡഡ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനെല്ലാം നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നതായിരിക്കും. സോ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ഇതെന്താണ്, അല്ലെങ്കിൽ ഇതെങ്ങനെ പഠിക്കും എന്നുള്ളൊരു തോട്ടൊന്നും ആരുടെയും മനസ്സിലിപ്പോൾ വേണ്ട. ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഈ സിലബസ് എന്താണെന്നും ഈ എക്സാം പാറ്റേൺ എന്താണ് എന്നുള്ളതെല്ലാം അറിഞ്ഞിരിക്കുക. സോ നിങ്ങൾ ആദ്യമായിട്ട് എന്താ പറയുന്നത്, ഇങ്ങനെ ഒരു സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ നിങ്ങൾ ജസ്റ്റ് റീഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ക്ലാസ് തൊട്ടായിരിക്കും എന്താ പറയുക, സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് ക്ലാസ് എടുക്കുന്നത്. ഇന്ന് ജസ്റ്റ് നമ്മുടെ ഒരു ഇൻട്രൊഡക്ഷനാണ്, എന്താണ് സിലബസ് അല്ലെങ്കിൽ എന്താണ് ലോ എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ബ്രീഫ് ഡിസ്കഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ അത് കഴിഞ്ഞ് ലാസ്റ്റ് ഞാൻ 1-2 കാര്യങ്ങൾ നോക്കി റെഫർ ചെയ്തിട്ട് വേണം നെക്സ്റ്റ് വീഡിയോ കാണാൻ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നതായിരിക്കും. സോ നമുക്ക് സിലബസ് എന്താണെന്ന് നോക്കാം. സോ ഞാൻ പറഞ്ഞു, ഇതൊരു ഡിസ്ക്രിപ്റ്റീവ് പേപ്പറാണ്. അതുപോലെ തന്നെ എന്താണ്, 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഒന്ന് ഡയറക്റ്റും, 2 കേസ് സ്റ്റഡി ബേസ്ഡ്. കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നിങ്ങൾ ധാരാളം പ്രൊവിഷൻസ് പഠിക്കുന്നുണ്ട്. ഈ പറയുന്ന ആക്റ്റുകളിലെല്ലാം ധാരാളം പ്രൊവിഷൻസ് പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്കൊരു കേസ് സ്റ്റഡി തന്നിട്ട് നിങ്ങൾ പഠിച്ചിട്ടുള്ള പ്രൊവിഷൻസ് അപ്ലൈ ചെയ്തുകൊണ്ട് ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ് കേസ് സ്റ്റഡി ബേസ്ഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിനൊരു റൈറ്റിംഗ് പാറ്റേൺ എന്ന് പറയുന്ന ഒരു ഡിഫറെൻറ്റ് പാറ്റേൺ ആണ്. ബിക്കോസ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് എഴുതുന്നത് പോലെ അല്ല എന്ത് ചെയ്യുന്നത്, കേസ് സ്റ്റഡി ബേസ്ഡ് എഴുതുന്നത്. കേസ് സ്റ്റഡി എപ്പോഴും എഴുതുമ്പോൾ നമ്മൾ ആദ്യം പ്രൊവിഷൻ എഴുതുക, ഫാക്റ്റ് എഴുതുക, പിന്നെ അതിൻ്റെ കൺക്ലൂഷൻ എഴുതുക, അങ്ങനെ ഒരു പാറ്റേണിലാണ് അത് പോകുന്നത്. അതുപോലെ എക്സാമിന് 116 മാർക്കിന് അവർ ചോദിക്കും ക്വസ്റ്റ്യൻസ്. നിങ്ങൾ എന്ത് ചെയ്യണം, 100 മാർക്കിന് അറ്റൻഡ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ അകത്ത് എന്താണ്, 2 ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എക്സാമ്പിളായിട്ട് 2A അല്ലെങ്കിൽ 6A, അങ്ങനെ 2 ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ ചൂസ് ചെയ്തിട്ട് വേണം എഴുതാനായിട്ട്. സോ നമ്മുടെ 7 ചാപ്റ്റേഴ്സാണ് നമുക്ക് ടോട്ടലായിട്ട് പഠിക്കാനുള്ളത്. ആ 7 ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ എന്താണ്, ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്റ്റ് ആണ്. അതുപോലെ തന്നെ എന്താണ്, ലെങ്തി ആയിട്ടുള്ളൊരു ചാപ്റ്റർ കൂടിയാണ് കോൺട്രാക്റ്റ് ആക്റ്റ്. ഈ കോൺട്രാക്റ്റ് ആക്റ്റിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് എന്താണെന്ന് വെച്ചാൽ ടൈപ്സ് ഓഫ് കോൺട്രാക്റ്റ്, അല്ലെങ്കിൽ എന്താണ് കോൺട്രാക്റ്റ്, ആരൊക്കെ തമ്മിലാണ് കോൺട്രാക്റ്റ് ചെയ്യുന്നത്, അതിൻ്റെ എസെൻഷ്യൽസ് എന്തൊക്കെയാണ്, അതുപോലെ ടൈപ്സ് ഓഫ് കോൺട്രാക്റ്റ്, ഓഫർ എന്താണ്, അക്സെപ്റ്റൻസ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ് ഇന്ത്യൻ കോൺട്രാക്റ്റ്. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930. സെയിൽ ഓഫ് ഗുഡ്സിൽ നമുക്ക് പേര് പോലെ തന്നെ നമുക്ക് മനസ്സിലാവും, സെയിൽ ഓഫ് ഗുഡ്സ് ഒരു ഗുഡ്സ് വിൽക്കുമ്പോഴുണ്ടാകുന്ന, അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ എടുക്കേണ്ട സ്റ്റെപ്സ്, അല്ലെങ്കിൽ ഒരു അൺപെയ്ഡ് സെല്ലർ, അതായത് നമ്മളൊരു ഗുഡ്സ് വിറ്റു പക്ഷെ നമുക്ക് പൈസ കിട്ടിയിട്ടില്ല,
അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ റൈറ്റ് ആണുള്ളത്, നമുക്ക് എന്തൊക്കെ സ്റ്റെപ്സ് അയാളുടെ ഈ ബയർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു ചാപ്റ്ററാണ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്. ഈ പറയുന്ന ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് 25 to 30 മാർക്സിനും സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 15 to 20 മാർക്സിനുമാണ് വെയിറ്റേജ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വെയിറ്റേജ് തന്നെ എക്സാമിന് ചോദിക്കണമെന്ന് നിർബന്ധമില്ല. പ്രീവിയസ് ഇയർ പേപ്പേഴ്സൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഈ ഒരു പാറ്റേൺ എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന ന്യൂ സ്കീം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു എക്സാമേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പം ആ പാറ്റേൺ തന്നെ ഫോളോ ചെയ്യണമെന്ന് യാതൊരുവിധ നിർബന്ധവും ഇല്ല. അതുകൊണ്ട് ഈ പറയുന്ന വെയിറ്റേജ് തന്നെ വരണം ഒന്നും നിർബന്ധമില്ല. ഞാൻ പറയുന്നത് ഇത് ഇമ്പോർട്ടൻസ് വെച്ചിട്ട് നിങ്ങൾ പഠിക്കുക. ഇപ്പോൾ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ്, അതിനേക്കാൾ കുറച്ച് കുറവ് ഇമ്പോർട്ടൻ്റ് സെയിൽ ഓഫ്, അങ്ങനെ ആ ഒരു ഇമ്പോർട്ടൻസ് ലെവൽ മാത്രം ഇതിൽ നിന്ന് എടുത്താൽ മതി. സോ നെക്സ്റ്റ് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932. നിങ്ങളിൽ കൊമേഴ്സ് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കേട്ട് പരിചയമുള്ള ഒരു ആക്ട് ആയിരിക്കും ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് എന്ന് പറയുന്നത്. ബിക്കോസ് നിങ്ങൾ അക്കൗണ്ട്സിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു പാർട്ടാണ് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പാർട്ട്നേഴ്സ് ഉണ്ട്, അവരുടെ ലയബിലിറ്റീനെ പറ്റി പറയുന്നുണ്ട്, അതുപോലെ അവർ തമ്മിലുള്ള എഗ്രിമെൻ്റ് എങ്ങനെയാണ് അതിനെപ്പറ്റിയൊക്കെ പറയുന്നൊരു ചാപ്റ്ററാണ് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932. അപ്പോൾ അതിൻ്റെ അകത്ത് 15 to 20 മാർക്സിൻ്റെ വെയിറ്റേജ് ആണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് കമ്പനീസ് ആക്ട് 2013, അതിനും ഈ പറയുന്ന പോലെ 15 to 20 മാർക്സ് ആണ്. സോ നിങ്ങളുടെ ഈ CA കരിക്കുലത്തിൽ തന്നെ 3 ലെവലിലും, അതായത് CA ഫൗണ്ടേഷൻ, CA ഇൻ്റർ, CA ഫൈനൽ, അങ്ങനെ 3 ലെവലിലും നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു ആക്റ്റാണ് കമ്പനീസ് ആക്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ CA സ്റ്റുഡൻസിനെ സംബന്ധിച്ച് നിങ്ങൾ കമ്പനീസിലായിരിക്കും മേ ബി വർക്ക് ചെയ്യുക. അപ്പം അവിടെ അറിഞ്ഞിരിക്കേണ്ട കുറേ നിയമങ്ങളുണ്ട്. അക്കൗണ്ട്സ് ആണെങ്കിലും ഒരു ഓഡിറ്ററിൻ്റെ അപ്പോയിൻമെൻറ്റ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട്. അതൊന്നും നിങ്ങൾക്ക് ഇതിൽ പഠിക്കാനില്ല. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നിങ്ങൾക്ക് CA ഫൗണ്ടേഷനിൽ ബേസിക് ഐഡിയയാണ് അവർ തരുന്നത്. എന്താണ് കമ്പനി, ടൈപ്സ് ഓഫ് കമ്പനി, ലിമിറ്റഡ് ബൈ ഗ്യാരൻറ്റി, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അതുപോലെ എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഒരു കമ്പനിക്കുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് കമ്പനീസ് ആക്ടിൽ പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആക്ട് 2008. അതായത് പാർട്ട്ണർഷിപ്പ് ആക്ടിൻ്റെ തന്നെ വേറൊരു വേർഷൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഈ പറയുന്ന ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ പാർട്ട്ണർഷിപ്പിൻ്റെ കുറേയധികം നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു, ഡിസഡ്വാൻറ്റേജസ് ഉണ്ടായിരുന്നു. അതെല്ലാം മാറ്റി പുതിയതായിട്ടൊരു ആക്ട് കൊണ്ടുവന്നതാണ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആക്ട് എന്ന് പറയുന്നത്. അതിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് ഒരു 5 മാർക്സ് ആണ്, 0 to 5 മാർക്സ് ആണ്. സോ നെക്സ്റ്റ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് 1881. ഇതൊരു പുതിയ ആക്റ്റാണ്, അതായത് പുതിയ സിലബസിൽ ആഡ് ചെയ്ത ഒരു പുതിയ ചാപ്റ്ററാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. അതിൻ്റെയും ഈ പറയുന്ന പോലെ 10 to 15 ആണ് അതിൻ്റെ വെയിറ്റേജ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഏകദേശം ഒരു 4 ഇൻസ്ട്രുമെൻറ്റോളം പഠിക്കാനുണ്ട്. നെക്സ്റ്റ് ഇന്ത്യൻ റെഗുലേറ്ററി ഫ്രെയിംവർക്ക്. ഇന്ത്യൻ റെഗുലേറ്ററി ഫ്രെയിംവർക്കിൽ നമുക്കൊരു ലോ എന്താണ്, ലോയെ പറ്റി ഒരു ഐഡിയ തരുന്നൊരു ചാപ്റ്ററാണ് ഇന്ത്യൻ റെഗുലേറ്ററി ഫ്രെയിംവർക്ക്. അതുപോലെ തന്നെ ഈ 7 ചാപ്റ്റേഴ്സിലും 6 ചാപ്റ്റർ, അതായത് ഫസ്റ്റ് 6 ചാപ്റ്റേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് എന്തായാലും കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷേ ഇന്ത്യൻ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിൽ കൂടുതലും തിയറിയാണ്. സോ എനിക്ക് തോന്നുന്നില്ല അതിൽ നിന്ന് നിങ്ങൾക്ക് കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുമെന്ന്. കൂടുതലും ഈ പറയുന്ന 6 ചാപ്റ്ററിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് കേസ് സ്റ്റഡി ബേസ്ഡ് ചോദിക്കുന്നത്. സോ അതിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് എന്താണ്, 5 മാർക്സ് ആണ്. 0 to 5 ആണ്. ബിക്കോസ് ചിലപ്പോൾ ചോദിക്കാം, ചിലപ്പോൾ 5 മാർക്കിന് ചോദിക്കാം. ഈ പറയുന്ന പോലെ ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് ചിലപ്പം ഈ പറയുന്ന നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ഇടുന്നത്. സോ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല ഇവിടെ പറയുന്നത്. നമ്മൾ പറയില്ലേ, ഇപ്പം ഒരു ദിവസം കൊണ്ട് നമുക്ക് എന്തൊക്കെ പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്താണ് പഠിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ഈ ഒരു പാറ്റേണിൽ നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് ഒരു സ്ലൈഡ് എന്ന് പറയുന്നത് നിങ്ങളോട് ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, ആർ യുവർ എക്സ്ക്യൂസസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ യുവർ ഡ്രീംസ്? ബിക്കോസ് ഈ ഒരു കോഴ്സിലേക്ക് വരുന്ന കുട്ടികൾ
ഫസ്റ്റ് കാണിക്കുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റും എനർജിയും ഒന്നും ചിലപ്പം കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ഒരു 3 months കഴിയുമ്പോൾ അത്രയും ഒരു എനർജി അവരിലില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. മേ ബി ഈ പറയുന്ന പോലെ നിങ്ങളിലാണെങ്കിലും കുറേ പേര് ഈ പറയുന്ന പോലെ അച്ഛനും അമ്മയും പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ കോഴ്സ് എടുത്തു. ചിലർ ഇഷ്ടപ്പെട്ടെടുത്തവരുണ്ടാവും, ചിലർ ഫ്രണ്ട്സ് എടുത്തവരുണ്ടാവും, അല്ലെങ്കിൽ ഫ്രണ്ട്സ് എടുക്കുന്നത് കൊണ്ട് ഞാനും എടുത്തു എന്നുള്ള രീതിയിൽ എടുത്തവരുണ്ടാവും. അതെല്ലാം ശരിയായിരിക്കാം. പക്ഷെ നിങ്ങൾ ഈ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഒരേ ലെവലാണ്. CA സ്റ്റുഡൻസ് എന്നുള്ള ഒരു ലേബലിലേക്ക് നിങ്ങൾ വന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞ് ഒരിക്കലും നിങ്ങൾ ഇരിക്കരുത്. മറിച്ച് നമുക്കിപ്പം എല്ലാവർക്കും ഈ കോഴ്സ് എടുക്കാനുള്ളൊരു ഇത് ഉണ്ടാവില്ല. നിങ്ങൾ എടുത്തു, അപ്പോൾ അതിനെ എത്രത്തോളം നിങ്ങൾക്ക് എടുത്ത കാര്യത്തിനെ എത്രത്തോളം സക്സസ്ഫുൾ ആക്കാമെന്ന് നിങ്ങൾക്ക് നോക്കാൻ പറ്റുള്ളൂ ഇനി. ഞാൻ പറയുന്നത്, ചിലർ പറയുന്ന കേൾക്കാം, മിസ്സേ ഇന്ന് പഠിക്കാൻ പറ്റിയില്ല, ഇന്ന് എനിക്ക് സമയം കിട്ടിയില്ല, ഞാൻ നാളെ പഠിച്ചുകൊണ്ട് വരാം. നിങ്ങൾ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല, അല്ലെങ്കിൽ ഈ ടീച്ചേഴ്സിനൊന്നും ഒരു പ്രശ്നമില്ല. കാരണം അവരത് പഠിച്ച് പാസ്സായിട്ടായിരിക്കുമല്ലോ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി പഠിക്കുക, നിങ്ങൾ നിങ്ങളോട് തന്നെ സിൻസിയറായിരിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഈ കോഴ്സ് എന്നല്ല, നിങ്ങൾ ഏത് കോഴ്സ് പഠിക്കുകയാണെങ്കിലും നിങ്ങൾ നിങ്ങളോടും ആ കോഴ്സിനോടും സിൻസിയറായിരിക്കുക എന്നുള്ളതാണ്. അത് 100% നിങ്ങൾക്ക് എന്താ പറയുക, മുമ്പോട്ട് പോകും തോറും നിങ്ങൾക്കത് ഹെൽപ്പ് ചെയ്യും. മനസ്സിലാവും? ഫാമിലി ഫങ്ഷൻസ് വരും, ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോകാൻ പറ്റില്ല, ഫാമിലി ഫങ്ഷൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിനപ്പുറം നിങ്ങളുടെ ഡ്രീം എന്ന് പറയുന്നത് അതിനേക്കാളൊക്കെ വലുതാണ് എന്നൊരു മൈൻഡ് സെറ്റ് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് സെറ്റ് എ ടാർഗറ്റ് ആൻഡ് വർക്ക് ടു അച്ചീവ് ദാറ്റ്. വേറൊരു കാര്യം പറയാനുള്ളത്, എല്ലാ കുട്ടികളും എന്നല്ല ഞാൻ പറയുന്നത്, കൂടുതൽ പേരും ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, മിസ് എങ്ങനെയെങ്കിലും ജയിച്ചാൽ മതി, എനിക്ക് എങ്ങനെയെങ്കിലും ഒരു 200 മാർക്ക് കിട്ടിയാൽ മതി എന്ന് പറയും. 200 മാർക്കിന് വേണ്ടി പഠിച്ചാൽ ചിലപ്പോൾ ലക്കുണ്ടെങ്കിൽ പാസ്സാവും. പക്ഷെ ചിലപ്പോഴൊക്കെ ചില കുട്ടികൾ 198, 199 അങ്ങനെ ആ ഒരു മാർക്കിൽ വന്ന് സ്റ്റക്കായിട്ട് നിൽക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, ഇത്രയും നിങ്ങൾ 6 മാസത്തോളം കഷ്ടപ്പെട്ടാണ് ഒരു എക്സാം കൊടുക്കുന്നത്. ഇപ്പം നല്ല ഡിഫറൻസിന് പോവുകയാണെങ്കിൽ ഓക്കെ, നമ്മൾ എന്തെങ്കിലും ഫോൾട്ട് അല്ലെങ്കിൽ നമ്മൾ എഴുതിയ രീതിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്ന് നമുക്ക് പറയാം. പക്ഷേ ഈ 1 മാർക്കിന് 2 മാർക്കിനൊക്കെ പോകുമ്പോഴുള്ള അവസ്ഥ, അതിലൂടെ പോയിട്ടുള്ളവർക്ക് ഞാൻ പറയുന്നത് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. അങ്ങനെയൊന്നും വരാതിരിക്കാനാണ് ഞാൻ പറയുന്നത്, എപ്പോഴും നമ്മൾ പ്ലാൻ ചെയ്യുക. ഇങ്ങനെയുള്ള കോഴ്സുകളുടെ ഒരു ഇതെന്ന് പറയുന്നത്, നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കണം എങ്ങനെ പോകണം എന്നുള്ളത്. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ആ ഒരു പരീക്ഷകൾ പാസ്സാവാനായിട്ട് എത്ര അറ്റംപ്റ്റും എടുക്കാം. നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് എത്ര അറ്റംപ്റ്റ് വേണമെങ്കിലും തരുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ലല്ലോ, ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്യുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ടാർഗറ്റ്. അതുപോലെ നല്ല മാർക്സോടുകൂടി ക്ലിയർ ചെയ്യുക എന്നുള്ളതായിരിക്കണം. ഞാൻ പറയുന്ന ഒരു 250, 300 ആ ഒരു റേഞ്ചിൽ സ്കോർ ചെയ്യാനുള്ള പ്രിപ്പറേഷൻ ലെവൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അച്ചീവ് ചെയ്യാൻ നിങ്ങൾ ട്രൈ ചെയ്യണം. നിങ്ങളുടെ റൂമിലോ, നിങ്ങൾ പഠിക്കുന്ന സ്റ്റഡി റൂമിൻ്റെയോ എവിടെയെങ്കിലും നിങ്ങൾ രാവിലെ എഴുന്നേറ്റാൽ കാണുന്ന ഏതെങ്കിലും ഒരു പാർട്ടിൽ നിങ്ങൾ ഗോളായിട്ട് തന്നെ എഴുതി വയ്ക്കുക, അല്ലെങ്കിൽ സെറ്റ് ചെയ്യുക. ഞാൻ ഇത്ര എൻ്റെ റിസൾട്ട് വരുമ്പോൾ എൻ്റെ റിസൾട്ടിൽ എന്താണ് ഇത്ര മാർക്ക് ഉണ്ടാവണം എന്നുള്ളത് ഒരു സെറ്റ് ചെയ്ത് വയ്ക്കുക. നെക്സ്റ്റ് ഇതിനകത്ത് കുറച്ച് ഒരു പോയിൻറ്റ്സ് ഞാൻ പറയുന്നത് വെച്ചാൽ, സിംഗിൾ ലൈൻ നോട്ട്ബുക്സ് യൂസ് ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് ബിസിനസ് ലോയ്ക്ക് ഒരു നോട്ട്ബുക്ക് വേണം. അതും ഒരു സിംഗിൾ ലൈൻ നോട്ട്ബുക്ക് ആണെങ്കിൽ കുറച്ചുകൂടെ ബെറ്ററാണ്. ബിക്കോസ് ഞാൻ പറഞ്ഞു, ഇതൊരു ഡിസ്ക്രിപ്റ്റീവ് പേപ്പറാണ് അല്ലേ. ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ എന്ന് പറയുമ്പോഴത്തേക്കും അതിന് എഴുതുമ്പോൾ 1 ലൈൻ പേപ്പേഴ്സാണ്. അതായത് നിങ്ങൾക്ക് എക്സാമിന് സിംഗിൾ ലൈൻ പേപ്പേഴ്സിലായിരിക്കും നിങ്ങൾക്ക് എക്സാം ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഓൾറെഡി അതിൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് പോകുമ്പോൾ കുറച്ചുകൂടെ ഒരു ഈസിനെസ് ഉണ്ടാവും, കംഫർട്ടബിൾ ആയിരിക്കും നിങ്ങൾ എഴുതാനായിട്ടും. അതുപോലെ ഈ പറയുന്ന പരീക്ഷയുടെ പ്രസൻറ്റേഷൻ, എക്സാമിന് നമ്മൾ എങ്ങനെയാണോ ആൻസർ പ്രസൻറ്റ് ചെയ്യുന്നത് അതിനും വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. എക്സാം എത്രയൊക്കെ നമ്മൾ പഠിച്ചു അല്ലെങ്കിൽ നമ്മൾ റിവൈസ് ചെയ്തു എന്ന് പറഞ്ഞാലും നമ്മൾ ആ എക്സാമിന് പോയി ആ ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂർ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതും മാറ്റർ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പ്രസൻറ്റേഷൻ സ്കില്ലൊക്കെയാണ് അവരതും നോക്കും.
അത് മാത്രമല്ല അതും അവർ നോക്കും. സോ അപ്പോൾ പാരഗ്രാഫ്സ് എഴുതുന്നതിനേക്കാൾ കുറച്ചുകൂടെ എന്താണ് ബെറ്റർ പോയിൻറ്റ്സ് ആയിട്ട് എഴുതുന്നതാണ്. അതൊക്കെ നമ്മൾ വഴിയെ പറയും. സോ എന്തായാലും സിംഗിൾ ലൈൻ നോട്ട്ബുക്ക് ആണെങ്കിൽ കുറച്ചുകൂടെ ബെറ്ററാണ്. നെക്സ്റ്റ് ബ്ലാക്ക് ബോൾ പെൻ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതും ഈ പറഞ്ഞ പോലെ എക്സാമിന് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് എന്താണ്, ബ്ലാക്ക് ബോൾ പെൻസ് ആണ്. അപ്പം ഈ പറയുന്ന പോലെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എക്സാമിന് കുറച്ച് ഈസിനെസ് ഉണ്ടാവും. പിന്നെ തേർഡ് എന്ന് പറയുന്നത് ഹൈലൈറ്ററാണ്. ഹൈലൈറ്ററിൻ്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ്, ഹൈലൈറ്റ് ചെയ്യാനാണ്. അപ്പം ഈ പറയുന്ന CA ഇൻ്റർ അല്ലെങ്കിൽ CA ഫൈനൽ എന്ന് പറയുന്ന കോഴ്സസിനൊക്കെ നിങ്ങൾ എന്താണ് പുറത്തുനിന്ന് ബുക്സ് റെഫർ ചെയ്ത് പഠിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യം വരും. പക്ഷേ CA ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ലെവലിൻ്റെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ മൊഡ്യൂളിൽ തന്നെയാണ് എല്ലാം കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ എക്സാമിന് ചോദിക്കുന്നത് പോലും എന്താണ് മൊഡ്യൂളിൽ നിന്നായിരിക്കാം. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ലക്കൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ സെയിം ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാമിന് കാണാൻ പറ്റും. അപ്പം എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം, മൊഡ്യൂളിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുക, അതെപ്പോഴും റെഫർ ചെയ്യുക. പുറത്തെ ബുക്സിനേക്കാളൊക്കെ മൊഡ്യൂളിൽ തന്നെ റെഫർ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് അതുപോലെ ഹൈലൈറ്ററിൻ്റെ ഉപയോഗം ഞാൻ പറഞ്ഞത്, ടെക്സ്റ്റ് ഞാൻ പറഞ്ഞല്ലോ ആ ഒരു മൊഡ്യൂൾ തന്നെ റെഫർ ചെയ്യുക. അതുപോലെ അതിൽ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഒക്കെ മാർക്ക് ചെയ്യുക. അപ്പോൾ അത് ഹൈലൈറ്റർ യൂസ് ചെയ്ത് മാർക്ക് ചെയ്യുക. കാരണം ഞാനിപ്പോൾ പറയുന്നതാണെങ്കിലും ഞാൻ ഇപ്പോഴത്തെ ഒരു ഇതിലേക്ക് വേണ്ടിയല്ല, ഞാൻ എക്സാം വരെയുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ നിങ്ങൾ 2 ദിവസം മുമ്പ് മറിച്ച് നോക്കുമ്പോൾ ഇതിൽ ഏതാണ് ഇമ്പോർട്ടൻ്റ്, ഏതാണ് അൺഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് അല്ലാത്തത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഹൈലൈറ്ററോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് നിങ്ങൾ മാർക്ക് ചെയ്തിരിക്കണം. അതുകൊണ്ടാണ്. അപ്പോൾ 2 ദിവസം മുമ്പ് നമുക്ക് അല്ലെങ്കിൽ ഒരു ദിവസം മുമ്പൊക്കെ ഈ പറയുന്ന മൊഡ്യൂൾ മൊത്തം കവർ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൾട്ടാണ് അല്ലേ. അപ്പം ഇങ്ങനെയുള്ള ഹൈലൈറ്ററും കാര്യങ്ങളൊക്കെ വെച്ച് മാർക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് സമ്മറി നോട്ട്സ്. സമ്മറി നോട്ട്സ് ഉണ്ടാക്കുന്നത് മസ്റ്റാണ്. ബിക്കോസ് നമ്മളിവിടെ നിന്ന് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യും. എങ്കിൽ പോലും നിങ്ങൾ ഒരു വീഡിയോ ലെക്ചർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി, നിങ്ങൾ മൊഡ്യൂൾ വായിച്ചു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്നുള്ളത് എന്ത് ചെയ്യുക, നിങ്ങളുടെ ലാംഗ്വേജിൽ നോട്ട്ബുക്കിൽ എഴുതുക. അതുപോലെ നോട്ട്ബുക്കിൽ എഴുതുമ്പോഴത്തേക്കും പാരഗ്രാഫ് അവോയ്ഡ് ചെയ്ത് മറിച്ച് ബുള്ളറ്റ് പോയിൻറ്റ്സിൽ തന്നെ എന്ത് ചെയ്യണം, എഴുതാൻ ശ്രമിക്കണം. ചാർട്ട് ഫോമാറ്റ് യൂസ് ചെയ്യുക. ചാർട്ട് ഫോമാറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു എക്സാമ്പിൾ ഫ്ലോ ചാർട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ബ്രെയിൻ സ്ട്രോമിങ് ചെയ്യാൻ നോക്കുക. ബ്രെയിൻ സ്ട്രോമിങ് എന്ന് പറയുന്ന ടെക്നിക്ക് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു സബ്ജക്റ്റ് എടുത്തെങ്കിൽ, ഇപ്പോൾ ഒരു ഓഫർ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് എടുത്തെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ടോപ്പിക്സ് എന്ത് ചെയ്യുക, അതിന് ചുറ്റും എടുക്കുക. നെക്സ്റ്റ് റൈറ്റിംഗ് പ്രാക്ടീസാണ്. റൈറ്റിംഗ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻസിൽ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് കേസ് സ്റ്റഡി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ വായിച്ചെടുക്കാൻ തന്നെ പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാവും. ഫസ്റ്റായിട്ട് ഒരു കുട്ടി ഒരു കേസ് സ്റ്റഡി കാണുമ്പോൾ ചിലപ്പം ഇത് എന്താണ് അല്ലെങ്കിൽ ഇതിൻ്റെ നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും പ്രൊവിഷൻ എന്ന് ഭയങ്കര ഡിഫിക്കൾട്ടാണ്. സോ ഇഫ് യു ആർ പ്രാക്ടീസിങ് നിങ്ങൾക്കത് പെട്ടെന്ന് ക്ലിക്കാവും. ഇതെവിടെയോ ഒന്നും വേണ്ട, നിങ്ങൾ ആ പ്രാക്ടീസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിൽ നിന്ന് തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് ലക്ക് ഉണ്ടെങ്കിൽ അതിലും നിങ്ങൾക്ക് ഫുൾ ഇപ്പോൾ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 5 മാർക്കാണ്. ഓക്കെ, സോ റൈറ്റിംഗ് പ്രാക്ടീസും വളരെ ഒന്നും വേണ്ട, ഒരു ദിവസം ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യനും ഒരു കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻ ചെയ്യുക. റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുമ്പോഴും ബുള്ളറ്റ് പോയിൻറ്റ്സിലും അത് പാരഗ്രാഫ് വേണ്ട സ്ഥലത്ത്, ഇപ്പോൾ ഡെഫിനിഷൻസ് ഒക്കെ എഴുതുമ്പോൾ എന്തായാലും പാരഗ്രാഫ് അല്ലെങ്കിൽ ആ ഒരു ലൈനായിട്ട് തന്നെ എഴുതുക. ഡെഫിനിഷൻ ചില ക്വസ്റ്റ്യൻ ഇപ്പോൾ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറയുന്നത് ചെറിയ ചെറിയ പാരഗ്രാഫ്സിൻ്റെ 3 പോയിൻറ്റ്സ് ആയിട്ട് എഴുതണം. ഞാനത് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, റിവിഷൻ എന്ന് പറയുന്നത് കുട്ടികൾ കേൾക്കുമ്പോൾ തന്നെ റിവൈസ് ചെയ്തു മിസ് അല്ലെങ്കിൽ ചെയ്യാം മിസ് എന്ന് എപ്പോഴും മാറ്റി വയ്ക്കുന്നൊരു സാധനമാണ്. ഇപ്പം ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ അത് അന്ന് തന്നെ റിവൈസ് ചെയ്യുക എന്നുള്ളത് ഒരു ഡ്യൂട്ടി ആയിട്ട് തന്നെ നിങ്ങൾ എടുക്കണം. ബിക്കോസ് കുറേ കുട്ടികൾ ചെയ്യുന്നത് വെച്ചാൽ പെൻഡിങ് വയ്ക്കും.
നാളെ ആവട്ടെ. പക്ഷേ ലാസ്റ്റ് ഡേ ആവുമ്പം നിങ്ങൾക്ക് കോൺസെപ്റ്റ് ഒന്നും ഓർമ്മയുണ്ടാവില്ല. ഈ പഠിപ്പിച്ചത് കോൺട്രാക്റ്റിലൊക്കെ ധാരാളം കൺഫ്യൂഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ ലാസ്റ്റ് പെൻഡിങ് വെക്കുകയാണെങ്കിൽ എന്ത് പറ്റും, നിങ്ങൾക്ക് ചിലപ്പം കൺഫ്യൂഷൻസ് വരും. ആ കോൺട്രാക്റ്റും ഈ കോൺട്രാക്റ്റും തമ്മിൽ എന്താണ് വ്യത്യാസം, അങ്ങനെ ഒരു ഓഫറും തമ്മിൽ എന്താണ് വ്യത്യാസം, അങ്ങനെയൊക്കെ കൺഫ്യൂഷൻസ് വരും. അപ്പം അന്നന്ന് പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ റിവൈസ് ചെയ്ത് പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്ററാണ്. അതുപോലെ പെൻഡിങ് ഇടാതിരിക്കുക എല്ലാം. ലാസ്റ്റ് വൺ മോക്ക് ടെസ്റ്റ്, RTP MTP. അതൊക്കെ എന്താണ്, എക്സാമിന് തൊട്ട് മുമ്പ് അല്ലെങ്കിൽ 2 മാസം മുമ്പൊക്കെ വർക്കൗട്ട് ചെയ്യേണ്ടതാണ്. മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം, ടൈമിംഗ് വെക്കണം. 3 മണിക്കൂറിനുള്ളിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. അതുപോലെ ആ പേപ്പർ ആരെങ്കിലും കൊണ്ട് ചെക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം ചെക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. ബിക്കോസ് ആ സമയത്താണ് നിങ്ങൾ റിയലൈസ് ചെയ്യുന്നത് നിങ്ങളുടെ എന്തൊക്കെയാണ് നിങ്ങൾ കുറവായിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ കോൺസെപ്റ്റ് ക്ലിയർ ആണോ, നിങ്ങളുടെ പ്രസൻറ്റേഷൻ കറക്റ്റ് ആണോ എന്നുള്ളതെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്യുന്നത് അപ്പോഴായിരിക്കും. സോ എന്തായാലും അത് ആരെക്കൊണ്ടെങ്കിലും ചെക്ക് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് എനിക്കൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ. ഇതിപ്പം ചോദിക്കും ചിലപ്പം എന്തിനാണ് എക്സാമിനെ പറ്റി ഇപ്പോഴേ പറയുന്നത്. ബിക്കോസ് നമ്മൾ എന്തിനാണ് അൾട്ടിമേറ്റ്ലി ഇത് പഠിക്കുന്നത്, നമ്മുടെ എക്സാം എഴുതാനായിട്ടാണ് അല്ലേ. അപ്പോൾ ആ എക്സാമിന് എഴുതുന്ന ആ ഒരു ഇത് മനസ്സിൽ വെച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ. അതിനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഓക്കെ, സോ ലാസ്റ്റ് അത്രയേ ഉള്ളൂ. എന്താ പറയുക, മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് റിവിഷൻ, റൈറ്റിംഗ് പ്രാക്ടീസ്, സമ്മറി നോട്ട്സ്. ഓക്കെ, മറ്റേ സിംഗിൾ ലൈനർ നോട്ട്ബുക്കൊക്കെ ഓപ്ഷണലാണ്, എടുത്താൽ നല്ല കാര്യം. ചാപ്റ്റർ 1 ഇന്ത്യൻ റെഗുലേറ്ററി ഫ്രെയിംവർക്ക്. ഇന്ത്യൻ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ലീഗൽ സിസ്റ്റം, എന്താ പറയുക, ഇന്ത്യയിൽ എങ്ങനെയൊക്കെയാണ് നിയമങ്ങൾ, അത് നിയമം പാലിച്ചില്ലെങ്കിൽ അതിനുള്ള ശിക്ഷ എന്താണ്, പെനാലിറ്റീസ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഫസ്റ്റ്, വാട്ട് ഈസ് ലോ, വൈ ഈസ് ലോ നീഡഡ്, എന്താണ് ലോ, എന്തിനാണ് നിയമങ്ങൾ കൊണ്ടുവരുന്നത്, സോഴ്സസ് ഓഫ് ലോ, നമ്മൾ ഏതിൽ നിന്നൊക്കെയാണ് ലോ എടുത്തിട്ടുള്ളത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പണ്ട് നമ്മളെ ഭരിച്ചിരുന്ന ആരാണ്, ബ്രിട്ടീഷുകാരാണ് അല്ലേ. അപ്പം ബ്രിട്ടീഷുകാർ കുറേ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. അപ്പം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം അവരുടെ കുറേ നിയമങ്ങൾ നമ്മൾ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അതും ഒരു സോഴ്സാണ്. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ലോ. ടൈപ്പ് ഓഫ് ലോ എന്ന് പറയുമ്പോഴത്തേക്കും ഏതൊക്കെ തരത്തിലുള്ള ലോസ് ഉണ്ട്. ഇപ്പം ഒരാളെ കൊന്ന ഒരു കേസാണെങ്കിൽ അതിൽ അപ്ലൈ ചെയ്യേണ്ട ഒരു ലോ ഉണ്ട്. പിന്നെ ഇപ്പോൾ സ്ഥലത്തിൽ എന്തെങ്കിലും തർക്കം വന്നു, നടക്കാൻ പറ്റുന്നില്ല, മറ്റേ ആളും എനിക്ക് വഴി തരുന്നില്ല, അങ്ങനെയാണെങ്കിൽ വേറെ ലോയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോ ഉണ്ട്. ഓക്കെ, പവർ ടു മേക്ക് ലോ, ആർക്കാണ് നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള അധികാരം കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നിയമങ്ങൾ ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. വൈ CA സ്റ്റുഡൻസ് നീഡ് ടു നോ ലോ. നമ്മൾ പറഞ്ഞു CA സ്റ്റുഡൻസ് കൂടുതലും എന്താണ് അവരുടെ പെർഫോമൻസ് അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുന്ന ഏരിയ എന്താണ്, ഈ പറയുന്ന അക്കൗണ്ട്സ് അല്ലെങ്കിൽ ടാക്സ്, ഓഡിറ്റിംഗ് അങ്ങനെയുള്ള സ്ട്രീമിലാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏരിയാസിലാണ്. അപ്പോൾ എന്തിനായിരിക്കും ലോ എന്ന് പറയുന്നൊരു സബ്ജക്റ്റ് നിങ്ങൾ പഠിക്കേണ്ടത്, അതിൻ്റെ ആവശ്യകത എന്താണ് എന്നുള്ളതാണ്. സോ ഞാൻ പറയട്ടെ, ടാക്സ് എന്ന് പറയുന്നതും എന്താണ്, ഒരു നിയമമാണ്. അക്കൗണ്ട്സും ഓഡിറ്റിങ്ങും അല്ല, ബട്ട് ടാക്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു നിയമമാണ്. മേജർ റെഗുലേറ്ററി ബോഡീസ്, അതായത് നിയമങ്ങളെല്ലാം ഉണ്ടാക്കി പക്ഷെ അത് റെഗുലേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ആളുകൾ പാലിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരണോ എന്നൊക്കെ നമ്മൾ എപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ നോക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് സർക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ബോഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു അതോറിറ്റീനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ പറയുന്ന ബാങ്കിങ് റെഗുലേഷൻ, ബാങ്ക്സിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു അതോറിറ്റിയാണ് RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതുപോലെ ടാക്സ് ലോസിന് അതിൽ വരുന്ന ചേഞ്ചസും കാര്യങ്ങളും കൊണ്ടുവരുന്ന ഒരു അതോറിറ്റിയാണ് എന്താ, ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. പിന്നെ അതുപോലെ ഒരുപാട് അതോറിറ്റീസ് ഉണ്ട്, IBBI, FEMA, അങ്ങനെ പല റെഗുലേറ്ററി ബോഡീസിനെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്.
ലാസ്റ്റ് സ്ട്രക്ചർ ഓഫ് ജുഡീഷ്യൽ സിസ്റ്റം. എന്താണ് സ്ട്രക്ചർ ഓഫ് ജുഡീഷ്യൽ സിസ്റ്റം? അതായത് നമ്മൾക്കറിയാം കോടതികൾ, പല ടൈപ്പ് ഓഫ് കോടതികൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഹൈക്കോർട്ട്, സുപ്രീം കോർട്ട്, അതുപോലെ ഈ പറയുന്ന ഡിസ്ട്രിക്ട് കോർട്ട്. അങ്ങനെ 3 ലെവലിലാണ് മെയിനായിട്ട് ഈ പറയുന്ന കോടതികൾ, ജുഡീഷ്യൽ സിസ്റ്റം ഉള്ളത്. പിന്നെ നിങ്ങളെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം ഈ പറയുന്ന ന്യൂസ് വായിക്കുക എന്നുള്ളതാണ്. അത് ഞാൻ പറയാൻ വിട്ടുപോയി. അതും സാധാരണ ന്യൂസ്, ഇപ്പം നമ്മൾ മലയാള മനോരമ, മാതൃഭൂമി അങ്ങനെയുള്ള പേപ്പേഴ്സ് അല്ല ഞാൻ പറയുന്നത്. ഇംഗ്ലീഷ് പേപ്പേഴ്സ്, ഹിന്ദുവോ അല്ലെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസ്, ധാരാളം ഇംഗ്ലീഷ് ബിസിനസ് ന്യൂസ് പേപ്പേഴ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഓൺലൈനിലും അവൈലബിൾ. ഞാൻ പറയുന്നത് കാശ് കൊടുത്ത് വാങ്ങിക്കണമെന്ന് ആരോടും ഞാൻ നിർബന്ധിക്കുന്നില്ല. പക്ഷെ ഓൺലൈനായിട്ട് ഇഷ്ടം പോലെ പേപ്പേഴ്സ് കിട്ടുന്നുണ്ട്. അപ്പം അതൊക്കെ വായിക്കാൻ ശ്രമിക്കുക. കാരണം ഈ സബ്ജക്റ്റിനെ പറ്റിയൊക്കെ ഒരു ഐഡിയ നിങ്ങൾക്ക് അതിൽ നിന്നും കിട്ടും. കാരണം കുറേ കേസസ്, ഇപ്പോൾ സുപ്രീം കോർട്ട് വിധി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇടയ്ക്ക് കാണാറുണ്ടല്ലേ. സോ അതൊക്കെ അതിൻ്റെ ആ ടേംസൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും, ഫെമിലിയർ ആവും. അതുപോലെ തന്നെ നിങ്ങളുടെ കറണ്ട് അഫെയേഴ്സും നന്നായിട്ട് വളരും. സോ ന്യൂസ് പേപ്പർ വായിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പറ്റുമെങ്കിൽ ബിസിനസ് ന്യൂസ് പേപ്പേഴ്സ്, ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സ് വായിക്കുക. അതുപോലെ കുട്ടികളുടെ ഒരു പരാതി എന്ന് വെച്ചാൽ, മിസ്സേ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം, പക്ഷേ എനിക്ക് ലാംഗ്വേജ് എഴുതാൻ പറ്റുന്നില്ല. അപ്പോൾ അതിനൊക്കെ ഒരു സൊല്യൂഷനായിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബിസിനസ് ന്യൂസ് പേപ്പർ വായിക്കുന്നത് ഒരു നല്ല സൊല്യൂഷനാണ്. കാരണം നിങ്ങളുടെ വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യും. അങ്ങനെ പല അഡ്വാൻറ്റേജസും അതുകൊണ്ടുണ്ട്. സോ ഞാൻ പറഞ്ഞത് നമുക്ക് മെയിനായിട്ട് ഈ ഒരു സിലബസ്, ഈ ഒരു ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. സോ ഇന്ന് ഞാൻ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നില്ല, ബിക്കോസ് നമുക്ക് എന്തായാലും ഇത്രയും സമയമായി. അതുപോലെ നെക്സ്റ്റ് ക്ലാസ് തൊട്ട് നമ്മൾ ഇൻട്രൊഡക്ഷൻ മുതൽ എന്താണ് ലോ, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ലോസൊക്കെ കൊണ്ടുവന്നത്, അതിൻ്റെ ഉപയോഗം എന്താണ്, അതുപോലെ അത് പാലിച്ചില്ലെങ്കിൽ നമുക്ക് എന്താണ് സംഭവിക്കുന്നത്, പെനാൽറ്റി വരും. അതുപോലെ ക്രിമിനൽ കേസസ്, ഇപ്പോൾ ഒരാളെ കൊന്ന കേസൊക്കെ ആണെങ്കിൽ എന്താണ്, അവരെയൊക്കെ പിടിച്ച് ജയിലിലിടും, വർഷങ്ങളോളം എന്താണ് തടവ് ശിക്ഷയൊക്കെ കൊടുക്കും. അതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്, നമ്മൾ അറിഞ്ഞിട്ടുള്ളതാണ് അല്ലെ. ന്യൂസ് വായിക്കുന്ന എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. എന്നാൽ പോലും അച്ഛനോ അമ്മയോ ഒക്കെ വീട്ടിൽ TV വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന ആളുകളാണെങ്കിൽ മേ ബി കേട്ടിട്ടുണ്ടാവാം. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ചാപ്റ്റേഴ്സിൻ്റെ ഓവർവ്യൂ കൊടുത്തിട്ടുണ്ടാവും മൊഡ്യൂളിൽ. ഓരോ ചാപ്റ്റേഴ്സിലും ഒരു ഫ്ലോ ചാർട്ടായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സെക്കൻഡ് ഞാനത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, ഞാനിതിൽ എടുത്ത് വെച്ചിട്ടൊന്നും കാണുന്നില്ല. ഓക്കെ, ഒന്നുമില്ല, ICIയുടെ സൈറ്റിൽ പോവുക, മൊഡ്യൂൾസ് അവിടെ അവൈലബിൾ ആണ്. അതിൽ നിന്ന് നിങ്ങളുടെ കയ്യിൽ മൊഡ്യൂൾസ് ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഒരു ഫ്ലോ ചാർട്ട് പോലെ ഉണ്ടാവും. അതുപോലെ എല്ലാ ചാപ്റ്റേഴ്സിലും അവർ കൊടുത്തിട്ടുണ്ട് എന്താണ് ഇതിൽ പഠിക്കാനുള്ളത് എന്ന്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ജസ്റ്റ് വായിച്ചിട്ട് വരിക. പിന്നെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് അതും കൂടി ഒന്ന് നോക്കിയിട്ട് വരിക. കാരണം അത് വായിച്ചിട്ട് വരികയാണെങ്കിലുള്ള പ്രയോജനം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ക്ലാസ്സിൽ എടുക്കുമ്പോൾ എന്താണ് കുറച്ചുകൂടെ ഒരു പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ വേർഡ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾ വായിച്ചിട്ടുള്ള വേർഡ്സായിട്ട് നിങ്ങൾക്ക് തോന്നും. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതൊന്ന് ഇൻട്രൊഡക്ഷൻ പാർട്ടും ഈ പറഞ്ഞ കാര്യങ്ങളും നോക്കാൻ പറ്റുമെങ്കിൽ നോക്കിയിട്ട് വരിക. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എന്താ പറയുക, ഒരു സിംഗിൾ ലൈൻ നോട്ട്ബുക്കും ബ്ലാക്ക് ബോൾ പെൻ യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് യൂസ് ചെയ്യുക. സോ താങ്ക് യു.